ഇന്ന് നമ്മൾ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അടുക്കളയിൽ. എന്ത് ചെയ്യണം എന്നുണ്ടാക്കണം. മാവ് ഉഴുന്നും അരിയും ആട്ടി വെച്ചാൽ നമുക്ക് ദോശമാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ, ദോശ. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എളുപ്പം ഒന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതുണ്ടാക്കാം എന്ന് കരുതി നോക്കിയപ്പോൾ ഓട്ടട വലിയ ആഗ്രഹം തോന്നി. പണ്ട് അമ്മയൊക്കെ 4 മണിക്ക് വരുമ്പോൾ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേക ആഗ്രഹം തോന്നിയാണെന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിന് ഞാൻ ഒരു ഐഡിയ ചെയ്തു. വിലയില്ല. അപ്പം പണ്ടൊക്കെ എൻ്റെ ഹസ്ബൻഡൊക്കെ ബാച്ചിലറായിട്ടിരിക്കുമ്പോൾ അവർ ഈ ചോറ് കൊണ്ടുപോകുന്ന സൈസ് പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടുന്ന ഊണ് പൊതി. അപ്പോൾ അതിലൊക്കെ അവരിങ്ങനെ ചെയ്ത് കാണാണ്ട് പറഞ്ഞു തന്ന് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്, കൊള്ളാത്ത പ്ലാസ്റ്റിക് അല്ല, ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അട്ട കുഴച്ച്, അതായത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചിട്ട് അര സ്പൂൺ ഉപ്പിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഉണ്ട ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതിനകത്തോട്ട് പരത്തി ദായിപ്പേ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. പ്ലാസ്റ്റിക് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മൾ മിക്സ് ഒന്നും ആക്കുന്നില്ല. ഇതിൻ്റെ ഷേപ്പ് ഒന്നാക്കി എടുത്തിട്ട് അങ്ങ് ഉപേക്ഷിക്കും. അങ്ങനെയാണ് പ്ലാസ്റ്റിക്. അല്ലാതെ പ്ലാസ്റ്റിക് അത് ചെയ്തതിന് ചൊല്ലി അതിൻ്റെ ഒരു ദോഷവശങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ഇലയ്ക്കാണെങ്കിൽ ഒരു തൂശനില വാങ്ങിക്കുന്നതിന് 5 രൂപയാണ്. ഓണം ടൈമിലാണെങ്കിൽ 10 രൂപയാണ്. ചിലപ്പോഴൊക്കെ ചിരിയും കൂടെ വരും. ഇതിപ്പോൾ ഈ പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് പോയാൽ ചെറിയ കട്ട് ചെയ്ത ഇലകൾ വാങ്ങിക്കാൻ കിട്ടും ചെറിയ റേറ്റിൽ. അതിന് പോകാനൊന്നും നമുക്കിവിടെ ടൈമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. ചെയ്തിട്ടും ഉണ്ട് പണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇലയില്ലാത്തവരോ അങ്ങനെയുള്ള സാഹചര്യമുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓട്ടോയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇവിടുത്തെ ഓരോരുത്തർക്കും ഓരോ പലഹാരങ്ങൾ ഇഷ്ടമുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുമ്പം ഇവിടെ എൻ്റെ മക്കളുടെ അച്ഛന് ഓട്ടടയാണ് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം. കണ്ടോ? അപ്പം നമ്മൾ നല്ല ഷേപ്പ് ഓട്ടട. ഇതിൽ 2 എണ്ണം ചെയ്യാം, പക്ഷേ ഞാൻ തനിയാണ് ചുട്ടെടുത്തത്. എൻ്റെ തവ വലുതായതുകൊണ്ട് 2 എണ്ണം വേണേലും ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഞാൻ അതുപോലെ തന്നെ മധുരം നിറച്ച് ഇതെടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇത് പ്ലാസ്റ്റിക്കിൽ പരത്താനായിട്ട്. അപ്പോൾ നല്ല കട്ടി കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് മധുരവും കൂടെ ഉള്ളിൽ ചെന്ന് നല്ല കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കണ്ടോ? സിമ്പിളായിട്ടുള്ള ആരോഗ്യപൂർണ്ണമായ നല്ലൊരു പലഹാരമല്ലേ നമ്മുടെ നാട്ടിലെ ഓട്ടട. പഴയിലയും വെച്ച് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഒരു പ്രാവശ്യം അതും ഒരു റെസിപ്പി ഇടും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നേരത്തെ ഒരു കപ്പക്കിഴങ്ങുണ്ടല്ലോ, മധുരക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 2 കിഴങ്ങ് കൂടെ ബാലൻസ് ഉള്ളതും കൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ പുഴുങ്ങുന്നുണ്ട്.